നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഹരിപ്രിയ റെക്കോർഡിങ്ങിന്റെ ഇഷ്യൂ ഫിക്സ് ആയായിരുന്നോ? ഞാൻ 2 മെയിൽ ഐഡീസിനും ആക്സസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ഞാൻ ചെക്ക് ചെയ്യാം. ഇന്നലെ നോക്കിയില്ല. ഞാനിപ്പോ നോക്കിയിട്ട് കൺഫർമേഷൻ പറയാം. ഞാൻ ഹരിപ്രിയോട് ഇൻഫോം ചെയ്യാൻ വിട്ടുപോയായിരുന്നു. ഞാൻ 2 മെയിൽ ഐഡിക്ക് എനിക്ക് ഒരു അഡീഷണൽ മെയിൽ ഐഡി തന്നില്ലായിരുന്നോ? അതിലേക്ക് ഞാൻ ആക്സസ് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. സോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ഫങ്ഷൻസ് അല്ലായിരുന്നോ? ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തോ? നമ്മൾ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ജസ്റ്റ് നോൺ പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസ് ആണല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഒരു നോർമൽ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരാൾ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമോ? കാണുന്നുണ്ടോ? യെസ് കാണാം ആതിര. സോ നിങ്ങൾക്ക് ഇതുവരെയുള്ള പോർഷൻസ് ക്ലിയർ അല്ലേ? എങ്ങനെയാണ് നമ്മൾക്കൊരു ഫംഗ്ഷൻ ഒരു ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് നമുക്ക് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വരെ ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് പ്ലേ റേറ്റിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ബിക്കോസ് നമുക്ക് ഫങ്ഷൻസ് എല്ലാം ഫങ്ഷൻസ് ക്ലാസ്സസ് ഞാൻ എടുക്കാൻ പോകുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലേക്ക് എത്തുമ്പോൾ ക്ലാസ്സസ് എന്ന ടോപ്പിക്കും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്തത് ജസ്റ്റ് ഒരു നോർമൽ ഫംഗ്ഷൻ അല്ലേ? അതായത് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനൊന്നുമില്ല. എനിക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ പെർഫോം ചെയ്യണം, റീയൂസബിൾ ആയിട്ട് പലതവണ പെർഫോം ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം അല്ലേ? ഇനി എനിക്ക് വേണ്ടത്, എനിക്ക് ഓരോ തവണയും എൻ്റെ ഓരോ സ്റ്റുഡൻസിന്റെ പേര് പാസ് ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജിബിൻ, ഹരിപ്രിയ, മുഹമ്മദ് നിസർ, ആതിര ദെൻ ദേവി, ശരണ്യ, അങ്ങനെ നിങ്ങൾ എല്ലാവരുടെയും പേര് എനിക്ക് പാസ് ചെയ്യണം. എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ആ പേര് അപ്പെൻഡ് ചെയ്ത് വരണം. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണോ? എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പേര് പാസ് ചെയ്യണം. എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് എന്ത് വേണം? ആദ്യം ഹലോ ആതിര, ദെൻ ഹലോ ജിബിൻ, ദെൻ ഹലോ ഹരിപ്രിയ, ഹലോ മുഹമ്മദ് നിസാർ. എനിക്ക് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത് വെച്ച ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന് പറ്റത്തില്ല. വൺ സെക്കൻഡ്. ഏത് സെഷനിലാണ്? വിളിച്ചാൽ മതിയോ? സെഷനിലാണ്. 12. ഞങ്ങൾ വിളിച്ചേക്കാം. ഓക്കെ, അപ്പോ എനിക്ക് നമ്മളിപ്പോ പഠിച്ച ബേസിക് ഫംഗ്ഷൻ വെച്ചിട്ട് ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യത്തില്ല. പകരം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് കിടക്കുന്നുണ്ട് അവിടെ. അതിന്റെ അകത്തേക്ക് ഞാനൊരു ഡാറ്റയെ പാസ് ചെയ്ത് വിടുകയാണെന്ന് വിചാരിക്കൂ. ആ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലേക്ക് ഞാനൊരു ഡാറ്റയെ പാസ് ചെയ്തിട്ട് പറയുകയാണ്, ഇതിലേക്ക് വരുന്ന വാല്യൂസിനെല്ലാം ഫെച്ച് ചെയ്തോളൂ എന്ന് ഞാൻ എൻ്റെ കോഡിന്റെ അകത്ത് പറയുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞ റിക്വയർമെന്റ് മീറ്റ് ചെയ്യത്തില്ലേ? ലെറ്റ്സ് സേ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ ഞാനവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കൂ. എന്നിട്ട് ആ നെയിമിലേക്ക് എന്തൊക്കെ വാല്യൂ വരുന്നോ അതിനെല്ലാം എനിക്കിവിടെ അപ്പെൻഡ് ചെയ്ത് തന്നോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ റിക്വയർമെന്റ് അവിടെ മീറ്റ് ചെയ്യും. ശരിയല്ലേ? ഇങ്ങനെ നമ്മൾ ഇവിടെ വിത്തിൻ ദ പാരന്തസിസ് പാസ് ചെയ്യുന്ന വാല്യൂസിനെ പറയുന്ന പേരാണ് പാരാമീറ്റർ. ഓക്കെ, ബ്രാക്കറ്റ്സിൽ നമ്മൾ പാസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പാരാമീറ്റർ. ഈ ബ്രാക്കറ്റ്സിന്റെ അവിടെ പാസ് ചെയ്യുന്ന പാരാമീറ്ററിന് ഫോർമൽ പാരാമീറ്റർ എന്നും
ഗ്രീറ്റിംഗ്സിന്റെ ഇവിടെ ഇപ്പോൾ ഞാൻ ഗ്രീറ്റിംഗ്സിന്റെ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആക്ച്വൽ പാരാമീറ്റർ എന്നും വിളിക്കാം. ഓക്കെ, മനസ്സിലായില്ല മാം ഒന്നുകൂടെ. 1 സെക്കൻഡ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫംഗ്ഷൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ്സിൽ നെയ്യും സ്ക്രീൻ കാണാനുണ്ടല്ലോ അല്ലേ? ഞാൻ നോട്ട് പാഡിലാകുമ്പോൾ നിങ്ങൾ തംസ് അപ്പ് ഇട്ട ചിലപ്പോൾ കാണില്ല കേട്ടോ, അപ്പൊ ഒന്ന് വോയിസിൽ റെസ്പോണ്ട് ചെയ്യണേ. ഇവിടെ ഈ പാസ് ചെയ്യുന്നില്ലേ, നെയ്യും എന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്നില്ലേ, ഇതിനെ എനിക്ക് വിളിക്കാൻ പറ്റാവുന്ന പേരാണ് പാരാമീറ്റർ. ഓക്കെ, ഞാൻ ഈ ഒരു സിന്റാക്സിൽ എഴുതുന്ന ഫങ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഞാനിവിടെ console.log ബ്രാക്കറ്റ്സിൽ ഹലോ പ്ലസ് നെയിം എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞ സൈൻ ആക്ട് ചെയ്യുന്നത് കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ്. അതായത് രണ്ട് സ്ട്രിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ ഒരു സ്ട്രിങ്ങിനെ എനിക്ക് വേറെ എന്തെങ്കിലും ഒന്നിനോട് കോൺകാറ്റിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് എന്ന് പറഞ്ഞ സൈൻ യൂസ് ചെയ്യാം. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പ്ലസിന്റെ മീനിങ് എന്ന് വെച്ചാൽ അഡീഷൻ ആയിരിക്കത്തില്ല. അഡീഷന് പകരം അവിടെ കോൺകാറ്റിനേഷൻ അല്ലെങ്കിൽ കമ്പൈനിങ് എന്നുള്ളതായിരിക്കും അതിന്റെ പേർപ്പസ്. ക്ലിയർ ആണോ? console.logൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് പ്ലസ് എന്ന് പറഞ്ഞ സൈൻ കണ്ടാൽ അത് അഡീഷൻ അല്ല, പകരം അത് എന്താണ്, ഒരു കമ്പൈനിങ് ഓപ്പറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇവിടെ ഈ നെയിം എന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്നില്ലേ, ഈ നെയിം, ഇതിനെ നമുക്ക് വിളിക്കാൻ പറ്റാവുന്ന പേരാണ് ഫോർമൽ പാരാമീറ്റർ. ഓക്കെ, ഇനി ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇന്റർപ്രറ്റർ ഇതിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ ഈ വാല്യൂവിനെ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണ്ടേ. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള നെയിം എന്ന് പറയുന്ന പാരാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ പാസ് ചെയ്താൽ മാത്രമല്ലേ ഇന്റർപ്രറ്ററിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇവിടെ ഈ കോഡ് എഴുതിയ ആൾ ഉദ്ദേശിക്കുന്നത് ഗ്രീറ്റ് ഓഫ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററിനെയാണ്. ഗ്രീറ്റ് ഓഫ് നെയിം എന്ന് പറയുന്ന നെയിം എന്ന് പറഞ്ഞ പാരാമീറ്ററിന്റെ ഒരു വാല്യൂ പാസ് ചെയ്താൽ മാത്രമേ ഇന്റർപ്രറ്ററിന് ആരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മളുടെ ഈ ഗ്രീറ്റ് ഓഫ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഇന്റർപ്രറ്റർ എങ്ങനെയാണ് മാച്ച് മേക്കിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ നെയിം പ്ലസ് ദ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയാം. നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിന്റെ ഇന്റർപ്രറ്റർ
ഓക്കെ, ജാവാസ്ക്രിപ്റ്റിന്റെ ഇന്റർപ്രെറ്ററിന് ഒരു ഫംഗ്ഷന്റെ ഡെഫിനിഷനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അതെങ്ങനെയാ മാച്ച് മേക്കിംഗ് ചെയ്യാന്ന് വെച്ചാൽ ഫംഗ്ഷൻ നെയിം ചെക്ക് ചെയ്യും. അതായത് ഇവിടെ ഗ്രീറ്റ് ആണ് എന്നാണ് ഫംഗ്ഷൻ നെയിം. അപ്പൊ ഗ്രീറ്റ് എന്ന പേരുള്ള ഫംഗ്ഷൻ ഏതാണ് എന്ന് പോയി നോക്കും. ഫസ്റ്റ് ബ്രാക്കറ്റ്സിൽ ഒരു പാരാമീറ്റർ അവൈലബിൾ ആണ്. സോ വിത്ത് എ പാരാമീറ്റർ ഇപ്പൊ ഞാൻ ഗ്രീറ്റ് ബ്രാക്കറ്റ്സിൽ മുഹമ്മദ് എന്ന് കൊടുത്തു. അപ്പോ നമ്മുടെ ഇന്റർപ്രറ്റർ ചെക്ക് ചെയ്യുന്നത് ഗ്രീറ്റ് എന്ന പേരുള്ള ഫംഗ്ഷൻ ഒരു സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഒരു പാരാമീറ്ററിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണുള്ളത്. ഓക്കെ, ക്ലിയർ ആണോടാ? അതായത് നമ്മള് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ആ വാല്യൂ ഈ നെയിമിലേക്ക് വരും. അതല്ലേ നെയിമിലേക്ക് വരണം. അതെ, ആ രീതിയിലാണ് നമ്മുടെ ഇന്റർപ്രറ്റർ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ മാച്ച് മേക്കിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ ഡെഫിനിഷനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഞാനിവിടെ ഗ്രീറ്റിന്റെ അവിടെ ഡബിൾ കോട്സിൽ മുഹമ്മദ് നിസാർ എന്ന് ഞാൻ പാസ് ചെയ്യാണ്. ഇപ്പൊ ഈ പാസ് ചെയ്യുന്ന വാല്യൂലെ മുഹമ്മദ് നിസാർ എന്ന് ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ പാരാമീറ്റർ. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ പോയിന്റ്സ്? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. എക്സാമ്പിൾ ആകുമ്പോഴത്തേക്കും ഓക്കെ ആവുമായിരിക്കും. യെസ്, നമുക്കിനി ഇത് ഒരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഞാൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ആതിരയുടെ സ്ക്രീൻ സ്റ്റിൽ ഷെയറിംഗ് ആണോ? അതെ, ഓക്കെ. ഒരു കാര്യം ചെയ്തോളൂ, ഇതിന് തൊട്ട് താഴെ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്തോളൂ കേട്ടോ. അഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സെയിം സിന്റാക്സ് തന്നെ, ഫംഗ്ഷൻ, ഫംഗ്ഷൻ നെയിം, അതിന് ഡിഫറൻസ് ഇല്ല. ഇങ്ങനെയാണോ? അതെ, ബ്രാക്കറ്റ്സില് എ കോമ ബി എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് പാസ് ചെയ്യാമോ? ഓക്കെ, കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. കൺസോൾ ഡോട്ട് ലോഗില് a plus b ഇനി താഴെ വന്നിട്ട് അഡീഷൻ എന്ന ഫംഗ്ഷനെ കോൾ ചെയ്തോളൂ.
അഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ എ കോമ ബി എന്ന് പാസ് ചെയ്യരുത്. അവിടെ പാസ് ചെയ്യേണ്ടത് എന്താണ്? ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. അതായത് ആക്ച്വൽ വാല്യൂസ് ആണ് അവിടെ പാസ് ചെയ്യേണ്ടത്. എക്കും ബിക്കും എന്ത് വാല്യൂസ് ആണോ എനിക്ക് റിട്രീവ് ചെയ്യേണ്ടത്, ഈക്വൽസ് ഒന്നും വേണ്ട, ജസ്റ്റ് വാല്യൂസ് മാത്രം പാസ് ചെയ്യാം. സേവ് ചെയ്യൂ. എന്നിട്ട് ഒരു വട്ടം കൂടെ നോട്ട് ഫങ്ഷൻ ഡോട്ട് js. ഇപ്പൊ ഇവിടെ നോക്കൂ എന്താ സംഭവിച്ചതെന്ന്. അഡീഷൻ ഓഫ് 10,20 എന്ന് കണ്ടു. അപ്പോ അഡീഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, 10 അതുപോലെ 20. സോ 2 പാരാമീറ്റേഴ്സ് ഉള്ള അഡീഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെയാണ് എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കുമ്പോൾ ലൈൻ നമ്പർ 5 ഒരു ഡെഫിനിഷൻ കാണാം നമുക്ക്, ഫംഗ്ഷൻ അഡീഷൻ ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗിൽ എ പ്ലസ് ബി, എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 20. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗിൽ എന്താ പ്രിന്റ് ചെയ്ത് വരിക? 10 + 20. 10 + 20 30 പ്രിന്റ് ആയി അല്ലെ? ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതാമോ? നിങ്ങളുടെ സെൽഫായിട്ട് ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷൻ എഴുതിക്കോളൂ. സെൽഫായിട്ട് ഒരെണ്ണം എഴുതി നോക്കൂ കേട്ടോ. ആർക്കെങ്കിലും എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. ആതിരയ്ക്ക് ആൻസർ കിട്ടി. ബാക്കി ജിബിൻ, മുഹമ്മദ്, ദേവി, ആതിര, ആൻസ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞായിരുന്നോ? ആരെങ്കിലും ചെയ്തെത്താനുണ്ടോ ഇനി? ഹരിപ്രിയ, എനിക്ക് ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വന്ന് ബ്രേക്ക് ആവുന്നു. അപ്പൊ സെഷൻ ഒന്നും കൂടെ ഞാനിപ്പോ ജോയിൻ ചെയ്ത്. ഓക്കെ. എടാ അത് പാരാമീറ്ററൈസ്ഡ് ഫങ്ഷൻസ് കേട്ടിരുന്നോ? അഡിഷൻ വരെ കേട്ടായിരുന്നു മാം. പിന്നെ നെക്സ്റ്റ് വൺ അപ്പോ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞെന്താ അവിടുന്ന് വെച്ചാല് ഒരു നിങ്ങളായിട്ട് തന്നെ ഒരു സാമ്പിൾ പ്രോഗ്രാം എഴുതാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാമോ ഹരിപ്രിയ? ആ യെസ് മാം, ഞാൻ ചെയ്യാം. മാം ഈ അഡീഷനിൽ ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്തതിൽ ഫോർമൽ പാരാമീറ്റർ പിന്നെ ആക്ച്വൽ പാരാമീറ്റർ അതല്ലേ എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരുന്നത്? അതെ അതെ അതെ. ഓക്കെ. സോ അതിന്റെ ഒരു ഇവിടെ പ്രോഗ്രാം ആണ് എഴുതിയത്. സ്ക്രീനിൽ ആതിരയുടെ സ്ക്രീൻ കാണാമോ? കാണാം കാണാം, ഇപ്പൊ കാണാം. അതിൽ അഡീഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടോ? ലൈൻ നമ്പർ 5 to 8 നോക്കൂ. അതേ റെപ്ലിക്ക ആയിട്ട് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഒക്കെ ഹരിപ്രിയയുടെ ഇഷ്ടത്തിന് മാറ്റാം. ഓക്കെ.
ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യൂ. ഓക്കെ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ പെർഫോം ചെയ്താൽ മതി. ഓക്കെ ഹരിപ്രിയ ചെയ്ത് കഴിഞ്ഞാൽ പറയണേ. ഓക്കെ യെസ് മാം ചെയ്തു. കുഴപ്പമില്ലല്ലോ അല്ലെ? എല്ലാവരും ഓക്കെ അല്ലേ? ഉം. ഓക്കെ. ഇനി നമ്മൾക്കിപ്പോ ഇതുവരെ നമ്മൾ എഴുതിയ ഫങ്ഷൻസ് എല്ലാം എങ്ങനെയായിരുന്നു? അതായത് എനിക്കൊരു റീയൂസബിൾ ആയിട്ടുള്ള ഒരു കോഡ് വേണം. ആ റീയൂസബിൾ ആയിട്ടുള്ള കോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു അല്ലേ? എനിക്കിനി ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂവിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്സസ് ചെയ്യാൻ ഒന്നും പറ്റത്തില്ല അല്ലേ? വാട്ട് ഇഫ് ലെറ്റ്സ് സേ ഞാനിപ്പോ പറയാണ്, എനിക്ക് ഈ അഡീഷൻ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ ഫംഗ്ഷന്റെ റിസൾട്ട്, ആ ഒരു സമ്മിനെ എനിക്ക് എന്ത് ചെയ്യണം, ആ വാല്യൂവിനെ വെച്ച് എനിക്കൊരു മാനിപ്പുലേഷൻ ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോ എനിക്ക് ഞാനിപ്പോ ഇതുവരെ പഠിച്ച ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് മതിയാവില്ല. അങ്ങനെയുള്ള സിനാരിയോസ് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ ഒരു വാല്യൂവിനെ ഇങ്ങോട്ട് തിരിച്ചു തരണം അല്ലെ? എ പ്ലസ് ബി, ഇപ്പൊ ഞാൻ അഡീഷന്റെ കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞ വാല്യൂവിനെ എനിക്ക് ഈ ഫംഗ്ഷൻ ഇങ്ങോട്ട് തിരിച്ചു തരേണ്ട ഒരു വാല്യൂ ആണ്. സോ അങ്ങനെ ഫംഗ്ഷനെ കൊണ്ട് ഒരു വാല്യൂ ഇങ്ങോട്ട് എനിക്ക് എനിക്കിങ്ങോട്ട് തരിക്കാനായിട്ട് റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യണം നമ്മൾ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, താഴെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യൂ. Get data. Brackets. ഒരു പാരാമീറ്റർ പാസ് ചെയ്തോളൂ, എന്തെങ്കിലും ഒരു പാരാമീറ്റർ. ഡാറ്റ തന്നെ പാസ് ചെയ്തോളൂ വേണമെങ്കിൽ. കേളി ബ്രാക്കറ്റ്സ്. എല്ലാവരും ഒരുമിച്ച് ചെയ്യാം കേട്ടോ. എനിക്കിനി വേണ്ടത് ഈ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷന് എന്ത് വാല്യൂ ആണോ റിട്രീവ് ആവുന്നത്, ആ റിട്രീവ് ആവുന്ന വാല്യൂവിനെ ആസ് ഇറ്റ് ഈസ് എനിക്ക് ഈ ഫംഗ്ഷൻ തന്നെ തിരിച്ചു തരണം. ഓക്കെ, മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഗെറ്റ് ഡാറ്റ എന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനൊരു പാരാമീറ്റർ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്, ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിനെ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനെ കൊണ്ട് തിരിച്ച് എനിക്ക് എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യിക്കണമെങ്കിൽ
റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് ആദ്യം കൊടുക്കാം. റിട്ടേൺ ടൈപ്പ് ചെയ്യൂ, സ്പേസ് ഡാറ്റ. ക്ലിയർ ആണോ? റിട്ടേൺ കീവേഡിന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ റിട്ടേൺ കീവേഡിന്റെ യൂസ്, ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയാം, മനസ്സിലായി. ഈ റിട്ടേൺ ഡാറ്റ എന്ന് പറയുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണോ? സ്റ്റോർ ചെയ്യല്ല, തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് എന്താ പറയാ, നമുക്ക് എന്താ പറയാ ഫംഗ്ഷന്റെ റിസൾട്ടിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കേസ് വരെ നമുക്ക് ഫംഗ്ഷന്റെ റിസൾട്ടിനെ റീയൂസ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മൾ ആദ്യം പറഞ്ഞ ഈ രണ്ട് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിലും ചെയ്തത് ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ റീയൂസബിൾ ആക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ റീയൂസബിൾ ആക്കുക പ്ലസ് എന്ത് ചെയ്യാം, ആ ഒരു ആക്ടിവിറ്റിന്റെ റിസൾട്ടിനെ റീയൂസബിൾ ആക്കുക. മനസ്സിലായോ? നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ആ വാല്യൂ തന്നെയാണോ റിട്ടേൺ ഡാറ്റയിലും വരുന്നത്? റിട്ടേൺ ഡാറ്റയിലും കൊടുക്കുന്നത് സെയിം വാല്യൂ ആണ്. ഈ കേസിൽ നമുക്ക് സെയിം വാല്യൂ ആണ്. പറയാൻ മരിയാം, എക്സാമ്പിൾ വെച്ച് ഒന്ന് പറയാം. ഞാൻ ഈ കോഡ് ഫുൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ എൻറ്റയർ ഫ്ലോ പറയാം, അപ്പൊ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ലൈൻ നമ്പർ 15 കഴിഞ്ഞ് എൻ്റർ അടിച്ചേടാ. ഓക്കെ, ഒരു ഇഷ്ടമുള്ള ഒരു വേരിയബിൾ എടുത്തോളൂ. ലെറ്റോ വേറോ യൂസ് ചെയ്തിട്ടുള്ള ഒരു വേരിയബിൾ എടുത്തോളൂ. ഈക്വൽസ് get data of, നമ്മൾ നോർമൽ പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷനെ ഇപ്പൊ വിളിച്ചതുപോലെ ഒരു വാല്യൂ പാസ് ചെയ്തോളൂ. ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ എങ്ങനെയാലും കുഴപ്പമില്ല, ഒരു വാല്യൂ പാസ് ചെയ്യൂ. ഓക്കെ, ഇനി താഴെ ഒന്ന് ടൈപ്പ് ചെയ്യടാ. എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്പെസിഫിക് ഡാറ്റ ഗെറ്റ് ഡാറ്റയിലേക്ക് പാസ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിലേക്ക് ഇപ്പോൾ ഇവിടെ പാസ് ചെയ്തിട്ടുള്ള 10 ആണ്. ഓക്കെ, അപ്പൊ ഡബിൾ കോട്ട്സിൽ 10 ആണ് പാസ് ചെയ്തതെങ്കിൽ സക്സസ് എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഈ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത വാല്യൂ, ഇപ്പൊ ആദ്യം പാസ് ചെയ്ത് ഡബിൾ കോട്ട്സിൽ 10 എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ടീഷൻ എടുത്തത്. നിങ്ങൾ എന്ത് വാല്യൂ ആണോ പാസ് ചെയ്തത് ആ വാല്യൂ കൺസിഡർ ചെയ്യുക. നിങ്ങളിപ്പോ പാസ് ചെയ്ത വാല്യൂ ആണ് ഗെറ്റ് ഡാറ്റയിൽ ഉള്ളതെങ്കിൽ ഗെറ്റ് ഡാറ്റയിൽ നിന്നും റിട്ടേൺ ചെയ്ത് കിട്ടിയ വാല്യൂയിൽ ഉള്ളതെങ്കിൽ സക്സസ് എന്ന് പ്രിന്റ് ചെയ്യണം. ക്ലിയർ ആണോ സിനാരിയോ? ഓരോ തവണയും പല ഡാറ്റ എൻട്രി ചെയ്യും. ഒരു കാര്യം ചെയ്യൂ, ഓക്കെ, ഗെറ്റ് ഡാറ്റ ഓഫ് 10 നിൽക്കട്ടെ. ഇനി ഇതിന് ഇഫ് കണ്ടീഷൻ എഴുതിക്കേ. ഇഫ് എ ഈസ് ഡബിൾ ഈക്വൽസ് 10, if a is equal to 10, console.log is success. If double equals to 10, ആതിര എങ്ങനെയാടാ കണ്ടീഷൻ എഴുതുക? if a double equals 10 എന്ന് വേണ്ടേ? ബ്രാക്കറ്റ്സ് if എങ്ങനെയാടാ എഴുതുക പറഞ്ഞേ? ഇഫിന്റെ സിന്റാക്സ് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ ആതിര? if brackets, brackets a double equals 10 curly brackets console.log success. എക്സിക്യൂട്ട് ചെയ്യണ്ട, ഈ കോഡ് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. ഡബിൾ കോഡ്സിൽ സക്സസ് കൊടുക്കടാ, സേവ് ചെയ്യൂ കേട്ടോ. ഇവിടെ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് എ ഈക്വൽസ് ഗെറ്റ് ഡാറ്റ ഓഫ് 10 എന്ന് പറയുമ്പോൾ
ഇന്റർപ്രറ്റർ എന്തായിരിക്കും ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ ഇന്റർപ്രറ്റർ എന്താണ് ചെക്ക് ചെയ്യുക? എന്തായിരിക്കടാ? ജസ്റ്റ് വാല്യൂ മാത്രല്ലേ? അതായത് ഈ ഗെറ്റ് ഡാറ്റ എന്ന് പേരുള്ള ഒരു ഫംഗ്ഷൻ വിത്ത് വൺ പാരാമീറ്റർ അല്ലേ? അതല്ലേ നമ്മുടെ ഇന്റർപ്രറ്ററിന് ചെക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. സോ ഇന്റർപ്രറ്റർ എന്ത് ചെയ്യും? അതെ. ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിത്ത് വൺ പാരാമീറ്റർ ഏതാണോ ഫംഗ്ഷൻ വരുന്നത് അതിനെ കണ്ടുപിടിക്കാൻ നോക്കും. ഇപ്പൊ ലൈൻ നമ്പർ 13 വന്ന് നിന്നു. അതിനുശേഷം റിട്ടേൺ എന്ന് പറഞ്ഞ കീവേഡ് കാണുമ്പോൾ നമ്മുടെ ഇന്റർപ്രറ്ററിന് മനസ്സിലാവും, ഓക്കെ എനിക്കിവിടെ എന്ത് മാനിപ്പുലേഷൻ ചെയ്തിട്ടാണെങ്കിലും ശരി, ഇനി എൻ്റെ അടുത്ത് പറയാൻ പോകുന്ന നെക്സ്റ്റ് വാല്യൂ എന്താണോ അതിനെ എനിക്ക് ഇവർക്ക് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പാകത്തിന് തിരിച്ചു കൊടുക്കണം. മനസ്സിലായോ? റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണോ വരുന്നത് അതിനെ ഈ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് കൊടുക്കേണ്ടതാണ്. സോ ദാറ്റ് ആ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷനെ എനിക്ക് ഫംഗ്ഷന്റെ പുറത്ത് കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? മുഹമ്മദിന് ക്ലിയർ ആയോ? ആൻമരിയ, ഹരിപ്രിയ, ദേവി ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? റിട്ടേൺ കീവേഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാത്തവർക്ക് കുറച്ച് ട്രിക്കി ആയിരിക്കും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടെ റിട്ടേൺ എന്നുകൊണ്ട് എന്താ കൊടുക്കുന്നത്? ഡാറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഡാറ്റ എന്ന് കാണുമ്പോൾ നമ്മുടെ സിസ്റ്റം ബൈ ഇറ്റ്സെൽഫ് ഇന്റർപ്രറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, ഡാറ്റ എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്താണോ എനിക്ക് ഈ ഫംഗ്ഷൻ കോളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അതായത് ഡബിൾ കോട്ട്സിൽ 10 എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഡബിൾ കോട്ട്സിൽ 10 എന്ന് പറഞ്ഞ വാല്യൂവിനെ തന്നെ ഞാൻ തിരിച്ചു ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് ഇന്റർപ്രറ്ററിന് മനസ്സിലാവും. ക്ലിയർ ആണോ? ഇനി ഒരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും ഒരു വേരിയബിൾ വേണ്ടേ? ഡൗട്ട്സ് ഉണ്ടോ? ഇനി ഇതുവരെ പറഞ്ഞ പോർഷൻസിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഇല്ല മാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒരു വേരിയബിളിലേക്ക് അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇപ്പൊ ഈ വേരിയബിളിൽ ഇപ്പൊ ഇവിടെ എ എന്നാണ് എന്റെ വേരിയബിൾ നെയിം. അതില് ഇഫ് എ ഡബിൾ ഈക്വൽസ് 10, അതായത് ആ എയുടെ വാല്യൂ 10നോട് ഈക്വലന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം എനിക്ക്? സക്സസ് പ്രിന്റ് ചെയ്യണം. സക്സസ് എന്ന് പ്രിന്റ് ചെയ്യണം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നമ്മൾ കുറച്ചും അഡീഷന്റെ ഒരു ഫംഗ്ഷൻ എഴുതിയില്ലേ, ആ അഡീഷന്റെ ഫംഗ്ഷനെ ഒന്ന് റിട്ടേൺ യൂസ് ചെയ്തിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്യാമോടാ?
വേറൊരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷൻ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ നെയിം ആയിട്ട് എഴുതിക്കോളൂ. ആഡ് എന്ന് പറഞ്ഞു കൊടുത്തോളൂ അതിന്. മുകളിൽ അഡീഷൻ അല്ലേ കൊടുത്തത്, ഇപ്പൊ ആഡ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ കീവേഡ് യൂസ് ചെയ്തതിനെ റീറൈറ്റ് ചെയ്യാം നമുക്ക്. ജംഗ്ഷനുള്ള ഫംഗ്ഷൻ അല്ല. ഫോർമൽ പാരാമീറ്റേഴ്സ് സെയിം പാസ് ചെയ്താലും എറർ വരില്ല കേട്ടോ. ആതിര എന്താ മിസ്റ്റേക്ക്? ഇപ്പൊ ചെയ്തതിൽ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ അത്? അവിടെ പാസ് ചെയ്യേണ്ടത് ഫോർമൽ പാരാമീറ്റർ ആണോ ആക്ച്വൽ പാരാമീറ്റർ ആണോ? ഫോർമൽ പാരാമീറ്റേഴ്സ്. യെസ്, ഫോർമൽ പാസ് ചെയ്തോളൂ. ഇങ്ങനെയല്ലേ? യെസ്, കറക്റ്റ്. ബ്രാക്കറ്റ്സ് റിട്ടേൺ. എനിക്കിവിടെ പാസ് ചെയ്യേണ്ടത് എന്താണ്? എ പ്ലസ് ബി ആണ് അല്ലേ? അപ്പൊ എ പ്ലസ് ബി. ബ്രാക്കറ്റ്സ് വേണമെന്നില്ല, വിത്തൗട്ട് ബ്രാക്കറ്റ്സ് കൊടുത്താലും ഓക്കെ. ആഡിനെ ആക്സസ് ചെയ്യാം, ഇൻവോക്ക് ചെയ്യാം, ആൻഡ് എന്ത് ചെയ്യാം, ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. അതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം, പ്രിന്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗിൽ ഡയറക്ട്ലി ആഡ് ഓഫ് 10,20 കൊടുക്കാം. ഡയറക്റ്റ് എ പ്ലസ് ബി കൊടുത്തു. അല്ലടാ, ആഡ് ഓഫ് 10,20 ഓൾറെഡി ഇല്ലേ? അതിനെ കൺസോൾ ഡോട്ട് ലോഗിലും കിട്ടാ മതി. ജസ്റ്റ് 10. അല്ലടാ, കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ബ്രാക്കറ്റ്സിൽ ആഡ് പാരന്തസിൽ 10,20. ലൈൻ നമ്പർ 23 കമന്റ് ചെയ്തോ, റിമൂവ് ചെയ്തോ, അത് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു തവണ ആക്സസ് ചെയ്താൽ പോരെ. അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എവിടെയാ സ്റ്റോർ ആക്കുന്നത്? അപ്പൊ സ്റ്റോർ ചെയ്യുന്നില്ല, ഡയറക്ട്ലി പ്രിന്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. സ്റ്റോർ ചെയ്യണമെങ്കിൽ വേരിയബിളിലേക്ക് എടുക്കാം. അങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ ലെറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു ആഡ് ഓഫ് 10,20. ലെറ്റ് ഒരു വേരിയബിൾ ആഡ്, അതിൽ നമ്മൾ വാല്യൂ പാസ് ചെയ്ത് കൊടുത്താൽ പോരെ. വേരിയബിള് അതായത് ലെറ്റ് വേറെ യൂസ് ചെയ്തിട്ട് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ വേണമെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെ അത് പ്രിന്റ് ചെയ്താലും മതി, അങ്ങനെയും എടുക്കാം. രണ്ടും ഒരേ അപ്രോച്ച് തന്നെയാണ്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോക്കട്ടെ. കറക്റ്റ് ആണ്, അങ്ങനെ ചെയ്യാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളാം. കാരണം നമ്മള് ആ ഫംഗ്ഷൻ അകത്ത് പ്രിന്റ് ചെയ്യാൻ എവിടെയും പറയുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് എന്താ ചെയ്യാ? പ്രിന്റ് ചെയ്യല്ലേ ചെയ്യാ. കൺസോൾ ഡോട്ട് ലോഗിന്റെ അകത്ത് നമ്മൾ എന്താ വിളിച്ച? ആഡ് ഓഫ് 10,20. ഓ, അപ്പൊ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അവിടെ വരും അല്ലേ? അവിടെ വരും. അതെ. ഓക്കെ.
ക്ലിയർ ആണ്. താങ്ക് യു. പറയൂ ജിബിൻ. ജിബിൻ എന്താ ക്ലിയർ പറയാ? ആണ്. ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ആരോ ഫങ്ഷൻസ്. ഓക്കെ, ആരോ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ മോഡേൺ വേർഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആരോ ഫങ്ഷൻസിന്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആരോ ഫങ്ഷൻസ് introduced in ES6 or modern JavaScript version. Okay. Arrow functions എന്ന് വെച്ചാൽ എനിക്ക് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. എക്സിക്യൂട്ടഡ് ഇൻ എ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇല്ലേ, അത് എൻറ്റയർലി ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഒരു വേരിയബിൾ ഈക്വൽസ് ലെറ്റ്സ് ഞാനിപ്പോ ലെറ്റ് വെച്ചതാന്ന് വെച്ചാൽ ലെറ്റ് വേരിയബിൾ നെയിം ഈക്വൽസ് എനിക്ക് പാരാമീറ്റേഴ്സ് എന്തെങ്കിലും പാസ് ചെയ്യാനുണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ് ഈക്വൽസ് ഗ്രേറ്റർ ദാൻ ഇട്ടതിന് ശേഷം കേർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇതൊരു ഷോർട്ട് കട്ട് വേ ആണ് കേട്ടോ ഫംഗ്ഷൻ എഴുതാനായിട്ടുള്ള. കേർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക, ഒരു സെമി കോളൻ ഇടുക. ഫംഗ്ഷൻ കോൾ ആസ് ഇറ്റ് ഈസ്. ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ വേരിയബിൾ നെയിം ബ്രാക്കറ്റ്സിൽ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ വെറും ബ്രാക്കറ്റ്സ് വെക്കുക. ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആരോ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മോഡേൺ ജാവാസ്ക്രിപ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, നമുക്കിത് യൂസ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഒന്നുമല്ല കേട്ടോ. നമ്മളിപ്പോ അഡീഷന്റെ ഒരു പ്രോഗ്രാം എഴുതിയില്ലേ, അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഞാൻ അതുപോലെ ഒന്ന് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ലെറ്റ് ആഡ് ഈക്വൽസ് a, b. ഇവിടെ ആഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫംഗ്ഷൻ നെയിം എന്ന് കൊടുക്കുന്ന ഇവിടുത്തെ ഫംഗ്ഷൻ നെയിം. അപ്പൊ അക്കോർഡിംഗ് ടു മീ ഫംഗ്ഷൻ നെയിം എന്ന് വെച്ചാൽ ആഡ് ആണ്. അപ്പൊ അതിനെയാണ് ഒരു വേരിയബിൾ നെയിം ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മള് ഫംഗ്ഷൻ ആഡ് ഓഫ് a, b എന്ന് എഴുതില്ലായിരുന്നോ? അതിന്റെ കറസ്പോണ്ടിങ് ആണ് ഇതാ ഈ ഒരു ലൈൻ, ഇത്രയും പോർഷൻ. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാതെ എങ്ങനെ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇത് യൂസ് ചെയ്യണമെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല കേട്ടോ. അതായത് നമ്മൾക്ക് ഇത് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, എന്തായാലും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈക്വൽസ് ഗ്രേറ്റർ ദാൻ, ഇതിനാണ് നമ്മൾ ആരോ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
യെസ്. Okay. മുഹമ്മദ്, ആതിര, ദേവി, ആൻസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ഇതിന്റെ അകത്ത് വന്നിട്ട് console.log a plus b curly brackets ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. സോ ഇതും നമ്മൾ ഇപ്പോൾ ഫംഗ്ഷൻ ഇതും നമ്മളിപ്പോൾ എഴുതുന്ന ഫംഗ്ഷൻ ആഡ് a, b curly brackets console.log a plus b എന്ന് എഴുതുന്നതും ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ആരോ ഫങ്ഷൻസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇതിന്റെ സിൻടാക്സ് അതുപോലെ തന്നെ ഒരു എക്സാമ്പിളും ഞാൻ ഷെയർ ചെയ്ത് തരാമേ. ആഡിന്റെ അത് അവിടെ കേർലി ബേസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ടോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, സെമിക്കോളൻ ഇടണം. അത് ഏത് ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ആവുന്നത്? ഹലോ, എടാ സോറി എടാ, ഇവിടെ അഡീഷണൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോറി, മൈ ബാഡ്. ഒരു എക്സാമ്പിളും സിൻടാക്സും ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അല്ല, നീ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ? ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ? ഈ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ടു ബി എക്സിക്യൂട്ടഡ് ഇൻ എ ഫംഗ്ഷൻ അതെന്താ മീൻ ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് ഒരു ഇതിലെന്ന് വിചാരിക്കൂ, ഒരു ഫംഗ്ഷനിലെന്ന് വിചാരിക്കൂ. അതായത് നിങ്ങളിപ്പോൾ അഡീഷൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ആദ്യം സം ഓഫ് ദ റിസൾട്ട്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു console.log ഉണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആയിട്ട് console.log-ൽ a+b ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആയി? രണ്ടെണ്ണം. അങ്ങനെ ഒരു സിനാരിയോയിൽ നമുക്ക് ആരോ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഫംഗ്ഷന്റെ ബോഡിയിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതെ, ഫംഗ്ഷന്റെ ബോഡിയിൽ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള സിനാരിയോസിൽ എഴുതാവുന്ന ഒരു ഷോർട്ട് കട്ട് ഫംഗ്ഷൻ എഴുതാനുള്ള ഷോർട്ട് കട്ട് ആണ് ആരോ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? സോറി, ഇതിന്റെ യൂസ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? യെസ് പറയാം. അതായത് ലെറ്റ്സ് സേ നമ്മളുടെ ഫംഗ്ഷൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൈൻസ് ഇല്ല. അതായത് സിംഗിൾ ലൈനെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ console.log of a+b അല്ലെങ്കിൽ റിട്ടേൺ a+b എന്നിങ്ങനെ സിംഗിൾ ലൈൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ എന്ന് വിചാരിക്കൂ. സോ ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞൊരു 4-5 എന്താ പറയാ ലൈൻ ഓഫ് കോഡ് എഴുതുന്നതിന് പകരം ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് ആരോ ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യാം. ഓക്കെ,
അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് റീഡബിലിറ്റി കിട്ടും, അതുപോലെ തന്നെ ഫാസ്റ്റർ ആയിട്ടുള്ള എക്സിക്യൂഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ആരോ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആണോ? സോ ഇന്നത്തെ സെഷനിൽ ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ഇതുവരെ എടുത്ത പോർഷൻസിൽ ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ടോ? ഓക്കെ അല്ലേടാ? ഓക്കെ. ഞാൻ സെഷൻ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നാളെ കാണാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you. Okay. Thank you.